സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രശസ്ത ഹാസ്യ നടനായിരുന്ന ശ്രീ വിവേകിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. കോവിഡിൻ്റെ കാലത്താണ് ശ്രീ വിവേക്, തമിഴ് ഹാസ്യ നടൻ വിവേക് മരണപ്പെടുന്നത്. ഏതാനും ചുരുങ്ങിയ കാലമാണ് ശ്രീ വിവേക് തമിഴ് സിനിമയിലെ ഹാസ്യ നടൻ എന്ന നിലയിൽ പേരെടുക്കുന്നത്. ശ്രീ രജനീകാന്തിനോടൊപ്പവും ഏതാനും ചിത്രങ്ങളിൽ ശ്രീ വിവേക് അഭിനയിക്കുകയുണ്ടായി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചലച്ചിത്രത്തെ ഗൗരവമായി കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ ഇടം നേടാൻ ശ്രീ വിവേകിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അതായത് ശരീരം ഇളക്കി മറിച്ച് ഉള്ള മൂന്നാംകിട ഹാസ്യമല്ല ശ്രീ വിവേകിന്റെ ഹാസ്യം. ആ സംഭാഷണത്തിലെ ചടുലത, ആ ഒരു ടൈമിംഗ് സെൻസ്, ആ ഒരു താളബോധം ആകെ കൂടെ നോക്കുമ്പോൾ ബുദ്ധിജീവികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഹാസ്യവും ഹാസ്യ നടനുമായിരുന്നു ശ്രീ വിവേക്. അദ്ദേഹത്തിൻ്റെ ഹാസ്യം നിലവാരമുള്ളൊരു ഹാസ്യമായിരുന്നു. കഴിവുള്ളൊരു നടനായിരുന്നു. ചലച്ചിത്ര തമിഴ് സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ ധാരാളം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ വിധിയുടെ വിളയാട്ടം നിമിത്തം കോവിഡിൻ്റെ ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹം അകാലത്തിൽ മരണപ്പെടുകയുണ്ടായി. നമ്മുടെ ജഗതി ശ്രീകുമാറിനെ പോലെ നടന്മാര് തമ്മിലൊരു താരതമ്യം ഒരിക്കലും ശരിയല്ല എന്നറിയാം. എങ്കിൽ പോലും ഒരു നല്ലൊരു ഹാസ്യ നടനായിരുന്നു. മലയാളത്തിലെ ശ്രീ ജഗതിയെ നാമൊക്കെ എങ്ങനെ കാണുന്നു അതുപോലൊരു താരമാണ് തമിഴിലും ശ്രീ വിവേക്. രണ്ടുപേരെയും തമ്മിൽ ഇവിടെ താരതമ്യം ചെയ്യുകയല്ല. എങ്കിൽ പോലും വിവേകിൻ്റെതായ ഒരു ഹാസ്യം, ആ ടൈമിങ്ങും താളബോധം, നിലവാരമുള്ള ഒരു ഹ്യൂമർ, ചുമ്മാ ശരീരം ഇളക്കി മറിച്ചും കോപ്രായങ്ങളെ കാട്ടിയുമുള്ള ഹാസ്യവും അല്ല. പക്ഷേ നല്ലൊരു ഭാവിയുള്ളൊരു ഹാസ്യ നടനായിരുന്നു. കാലം അതിന് തടയിട്ടു. ആ ഒരു ഓർമ്മ ആണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ കുഞ്ഞു വീഡിയോയിലൂടെ പങ്കുവച്ചത്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നമസ്കാരം.